നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ അഗസ്റ്റിൻ ലാസർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സൈനികനായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ധീരതയ്ക്കുള്ള ദേശീയ സമ്മാനം അവാർഡ് സ്വീകരിച്ച ഒരു മനുഷ്യൻ. എന്ന് വെച്ചാൽ ദേശസ്നേഹം നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു. അപ്രകാരമുള്ളൊരു മനുഷ്യൻ എത്രത്തോളം ഡിസിപ്ലിനായിട്ട് തന്റെ മക്കളെ വളർത്തി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അൽത്താരവേലിക്ക് ഒരുങ്ങുമ്പോൾ മക്കളിൽ ഒരുവൾ എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത്: അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചത് ദൈവത്തെ പോലെ ആകണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മുഖഭാവങ്ങൾ എന്തുമായി കൊള്ളട്ടെ, അവൻ എന്ത് ചെയ്തു, എങ്ങനെ ജീവിച്ചു, അപ്രകാരം എന്റെ മക്കൾ 5 പേരും ജീവിക്കണം. ഇപ്രകാരം ദൈവത്തെ നൽകി രൂപീകരിച്ചു വളർത്തിയ ഒരപ്പന്റെ മക്കളാണ് ഞങ്ങളെന്ന് അഭിമാനത്തോടെ മക്കൾ പറയുമ്പോൾ, ഒരേ സമയം ദൈവസ്നേഹവും രാജ്യസ്നേഹവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ജീവിതത്തിൽ ചേർത്ത് പിടിപ്പിച്ച് സ്വയം വളരുകയും മക്കളെ വളർത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട അപ്പൻ അഗസ്റ്റിൻ ലാസറിനെ കുറിച്ച് അഭിമാനത്തോടെ പങ്കുവയ്ക്കുന്ന കാര്യം. 1 വർഷത്തിനപ്പുറം മരണം മൂലം വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട അമ്മ സിൽവി ലാസറിന് ഞാൻ 2 പ്രാവശ്യം വീട്ടിൽ ചെന്ന് സന്ദർശിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദിവ്യകാരുണ്യ ഈശോയെ നൽകിയിട്ടുമുണ്ട്. വളരെ സ്നേഹം നിറഞ്ഞ ഒരു മാതൃവാത്സല്യത്തോടെ ഇങ്ങനെ കസേരയിൽ ഇരുത്താതെ അരികിൽ കട്ടിലിൽ ചേർത്തിരുത്തി ഇങ്ങനെ തന്റെ കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കുന്നത് പോലെ എന്നെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, പൊതുവെ അച്ഛന്മാരോടൊക്കെ വിട്ട് ചെല്ലുമ്പോൾ ഭവ്യതയും ആദരവും ഒക്കെ കാണിച്ച് ഒരു നല്ല കസേരയൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നു പറയും. പക്ഷെ ഈ അമ്മ എന്നോട് പറഞ്ഞത്, മോനെ എന്ന് വിളിച്ച് അടുത്തിരുത്തിയിട്ട് പേരക്കുട്ടികളെ എപ്രകാരം ഇങ്ങനെ ചേർത്ത് പിടിക്കുമോ അപ്രകാരം ചേർത്ത് പിടിച്ച് ഒത്തിരിയേറെ വിശേഷങ്ങൾ പറഞ്ഞൊടുവിൽ എനിക്ക് കുമ്പസാരിക്കണം അച്ഛ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെയൊക്കെ പുറത്താക്കി ഇങ്ങനെ ഒരു കുമ്പസാരിക്കുവാൻ ചെല്ലുന്ന ഒരു വ്യക്തിയെ പോലെയല്ല, തന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും അത്ര സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന രീതിയിൽ എന്നെ ചേർത്ത് പിടിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞ അമ്മയെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അൽത്താരവിലേക്ക് ഒരുങ്ങുമ്പോൾ പേരക്കുട്ടികളും പറഞ്ഞ് അത് തന്നെയാണ്. അതുപോലെ അച്ഛൻ ഈ അമ്മ ഞങ്ങളെ സ്നേഹിച്ചത് അത്രത്തോളം ഇങ്ങനെ ഞങ്ങളെ സ്നേഹം വാരിക്കോരി തന്നുകൊണ്ട് ഇങ്ങനെ നിറച്ചു. ചെറുപ്പനാളിലെ നല്ല ഓർമ്മകൾ പോലും ഈ അമ്മൂമ്മ അല്ലെങ്കിൽ അമ്മ ഞങ്ങളെ കാണുവാൻ പള്ളിപ്പെരുന്നാളുകൾക്കും സ്കൂളുകളിലേക്ക് വന്ന ഓർമ്മയാണ്. കൈ നിറയെ സ്വീറ്റ്സുമായിട്ട് വന്ന് ഞങ്ങൾക്ക് മാത്രമല്ല ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഈ അമ്മ പങ്കുവെച്ച് കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഈ അമ്മയെ കണ്ടിരുന്നത് ഒരു വലിയ രീതിയിലുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ടാണ്. കാരണം ആ ഒരു പ്രായത്തിലെ കുട്ടികളുടെ മുമ്പിൽ അഭിമാനത്തോടെയൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഈ അമ്മ ക്ലാസ്സിലേക്ക് വന്ന ദിവസങ്ങളിലായിരുന്നു. പള്ളിപ്പെരുന്നാളുകളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു തന്ന് ഞങ്ങളുടെ കൈയും മനസ്സും ഇങ്ങനെ നിറച്ചു വിളമ്പി കടന്നു പോയ ഒരമ്മയാണ്. അതുകൊണ്ട് തന്നെ മറക്കാൻ പറ്റണില്ല. ഹൃദയത്തിൽ അത്രത്തോളം ചേർത്ത് പിടിക്കുന്ന കരുതലുള്ള സ്നേഹമാണ് ഈ അമ്മ എന്ന് പറയുമ്പോൾ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി ഈ അമ്മ മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. മരണമില്ലാത്തവരുടെ ലോകത്ത് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഒരിക്കലും മായാത്ത മങ്ങാത്ത നിറസാന്നിധ്യമായി ഈ അപ്പൻ അമ്മ കൂടെയുണ്ട് എന്നുള്ളത് നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിനും കരുത്തായി ബലമായി മാറട്ടെ. ഈ അമ്മയും അപ്പനും നമുക്ക് പകർന്നു തന്ന രാജ്യസ്നേഹവും ദൈവസ്നേഹവും അതിന്റെ ശോഭ ഒരിക്കലും കെടുത്തിക്കളയാതെ എന്നും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നന്മ നിറഞ്ഞ മാതൃക അനുകരിച്ച് ജീവിക്കുന്ന ഓരോരുത്തരും തീർച്ചയായും തങ്ങളുടെ ജീവിതത്തിന്റെ സുഹൃതങ്ങൾ കൊണ്ട് രാജ്യത്തെയും ദൈവത്തെയും പ്രീതിപ്പെടുത്തും.